ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. നമ്മൾ ചെടികളൊക്കെ ഓർഡർ ചെയ്തവർക്ക് അയച്ചു കൊടുക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലൈവ് വരണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കറണ്ട് ഇല്ലാത്തത് കാരണം ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചെടികൾ നിങ്ങളിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ നിഘണ്ടുവിൽ തലേ ദിവസം പാക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം കൊണ്ടുവന്ന് അയക്കുന്നൊരു പരിപാടി ഇല്ല കേട്ടോ. പ്ലാന്റ്സ് അയക്കുന്ന ദിവസം രാവിലെ മുതൽ ഒരു 2:30 മണി വരെയാണ് എൻ്റെ പാക്കിംഗ് ടൈം. 3 മണിക്ക് മുമ്പ് നമ്മൾ DTDCയിൽ എത്തിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ലോഡിൽ പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വളരെ കുറച്ച് ഓർഡേഴ്സാണ് നമ്മൾ കവർ ചെയ്യുന്നത്, ഡിസ്പാച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാക്കിംഗ് ഏരിയ. എൻ്റെ വീടിൻ്റെ ടെറസാണ് എൻ്റെ ഗാർഡൻ എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. വീടിൻ്റെ മുകളിൽ പകുതി പോർഷൻ ഷീറ്റൊക്കെ ഇട്ട് ഈ തുണി അലക്കി വിരിക്കാനൊക്കെ ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്പേസാണ് ഇപ്പോൾ ഞാൻ പാക്കിംഗ് ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആവുമ്പോൾ ആവശ്യത്തിന് വെട്ടവും വെളിച്ചവും മഴയും വെയിലും നമുക്കൊരു പ്രശ്നമല്ല കേട്ടോ. പിന്നെ ഇവിടെയാണ് ഞാൻ തയ്യൽ മെഷീൻ യൂസ് ചെയ്യുന്നത്, തുണിയൊക്കെ അലക്കാനിടുന്നത്. പിന്നെ നമ്മളെ വെയിലടിക്കാനും മഴ കൊള്ളാനും പറ്റാത്ത ചെടികളൊക്കെ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ദിവസം പാക്ക് ചെയ്യാനുള്ള ചെടികൾ കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളത് ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാക്കിംഗ് തുടങ്ങിയാലോ. ആദ്യത്തെ പാക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബേബി സൺറോസ്, അതുപോലെ യെല്ലോ ക്രീപ്പർ, ഗസേനിയ പ്ലാന്റുകളുടെ ഒരു കോംബോ ആണ്. ബേബി സൺറോസ്, പെറ്റൂണിയ പോലുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുടെ ചുവട്ടിൽ നിന്ന് ഒരു തരി മണ്ണ് പോലും മാറ്റാതെ അതേ കവറിൽ ടേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, പല കൈകൾ പറഞ്ഞാണല്ലോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബോട്ടിൽ കവറും ഉണ്ട്, അതിനെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് നല്ല സേഫായിട്ടിരുന്നോളും. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു സ്പേസ് ഉള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. ഇതാ കണ്ടോ, ഇപ്പോൾ ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വേരൊന്നും നശിച്ചു പോകത്തില്ല. അപ്പോൾ അത് റെഡിയായി. നെക്സ്റ്റ് നമ്മുടെ യെല്ലോ ക്രീപ്പറാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ കവർ നമ്മൾ ചേഞ്ച് ആക്കുന്നുണ്ട്. കാരണം അതിനകത്ത് മണ്ണ് കൂടുതലാണ്, അതുകൊണ്ട് വെയിറ്റ് കൂടും. എന്നാലും ആ വേരിന് ഒരു കോട്ടവും പറ്റാതെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ. അതുകൊണ്ട് സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഓവർ മണ്ണ് വരുമ്പോൾ കൊറിയർ വെയിറ്റ് കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് കൊറിയർ ചാർജും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല, മണ്ണിൻ്റെ വെയിറ്റ് വെച്ചിട്ട് നമ്മുടെ പാക്കിങ് പൊട്ടിപ്പോകാനും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ വെള്ളം ഈർപ്പം നന്നായിട്ടുണ്ടാവും, വേര് ചീഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മണ്ണ് കുറച്ച് മാറ്റുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നാടൻ യെല്ലോ ഗസേനിയ പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടോ, നല്ല വേര് വന്ന പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത്. ഇതിൽ നിന്നും കുറച്ച് മണ്ണ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെ നട്ടാലും പൊടിക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. നല്ല വേര് വന്ന പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ എന്നാലും ഓവർ മണ്ണൊന്നും മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല രീതിയിൽ മണ്ണൊക്കെ വെച്ചിട്ട് തന്നെയാണ് അയക്കുന്നത്. നമ്മൾ ഓവർ വെയിറ്റ് വരാത്ത രീതിയിൽ മണ്ണ് വെച്ചിട്ട് തന്നെയാണ് അയക്കുന്നത് കേട്ടോ. അങ്ങനെ വേര് നല്ല സേഫായിട്ട് പൊതിഞ്ഞെടുത്ത് ഇതുപോലെ കട്ടിയുള്ള പേപ്പറിൽ ചെടി ഒന്നുകൂടി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും. ഈ പേപ്പേഴ്സ് നമ്മുടെ പാത്തൂസിന് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കാൻ മേടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ അവൾക്ക് അതിൻ്റെ യൂസൊക്കെ കഴിഞ്ഞു. ഇനി 5-ാം ക്ലാസ്സിലാണ് ആള്. ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ ഐദൂസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പറൊന്നും വരുത്താറില്ല. ഇവിടെ അടുത്തുള്ള പ്രദേശങ്ങളിലും വീടുകളിലും ഒന്നും ഞാനിങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ന്യൂസ് പേപ്പറിന് നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ പാത്തൂസിൻ്റെ പഴയ ടെക്സ്റ്റുകളും ബുക്കുകളും ഒക്കെ ഇതുപോലെ ചെടികൾ കവർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കൂടുതലും പാഠപുസ്തകത്തിൻ്റെ പേജുകളാണ് ചെടികൾ കവർ ചെയ്ത് കൊടുത്തയക്കാറുള്ളത് കേട്ടോ. ന്യൂസ് പേപ്പർ പൈസയ്ക്ക് പോലും ആരും തരാൻ തയ്യാറല്ല. അത്രയ്ക്ക് ലഭ്യത കുറവുള്ള ഒരു പ്രദേശമാണിത്. പിന്നെ ന്യൂസ് പേപ്പറും കൂടി നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നത് വളരെ ചിലവ് കൂടിയ ഒരു കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വളരെ റേറ്റ് കുറച്ചിട്ടാണ് പ്ലാന്റ്സൊക്കെ കൊടുക്കുന്നത്. എനിക്ക് ഈ മാസ്കിംഗ് ടേപ്പ്, അതുപോലെ ഈ ബോക്സുകൾ, കാർഡ് ബോർഡ് അതൊക്കെ വാങ്ങിക്കുന്നതിന് പൈസ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ ഇനി ചെടികളൊക്കെ പാക്ക് ചെയ്യാം. ഈ 3 ചെടികൾക്കുമായിട്ട് ഈ ഒരു ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെടികളുടെ നീളവും വണ്ണവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ബോക്സ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ അയക്കുന്ന ഈ 3 ചെടികൾക്കായിട്ട് ഈ ഒരു ബോക്സ് മതി. പക്ഷേ ഹൈറ്റ് ഉള്ളതും അതുപോലെ കുറച്ച് മണ്ണ് വെച്ച് അയക്കേണ്ട ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കാർഡ് ബോർഡ് വാങ്ങി വെട്ടി ബോക്സ് ഉണ്ടാക്കിയാണ് പിന്നീട് നമ്മൾ പാക്ക് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും എളുപ്പം ഇതാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ബോക്സ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ 4 സൈഡും നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കഴിയുമ്പോൾ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി
അടുത്ത ചടങ്ങിലേക്ക് പോകാം. അഡ്രസ്സൊക്കെ ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ തലേ ദിവസമേ എല്ലാവരുടെയും അഡ്രസ്സും ആ അഡ്രസ്സുള്ള പേപ്പറിൻ്റെ ബാക്കിൽ ഏതൊക്കെ ചെടികളാണെന്നുള്ളതും എഴുതി വയ്ക്കും. അത് നല്ല എളുപ്പമുള്ളൊരു പണിയാണ്. ആ സമയത്ത് പിന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ച് അളവനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ ഓരോ ചെടിയും നമ്മൾ ഓരോ രീതിയിലാണ് പാക്ക് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഹെൽത്ത്, അതിൻ്റെ സ്വഭാവ രീതിയൊക്കെ നോക്കിയിട്ട് ഏത് രീതിയിൽ പാക്ക് ചെയ്താലാണ് നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് എത്തുക എന്നാണ് നോക്കുക. അപ്പോൾ അതെല്ലാം എടുത്ത് നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ചിട്ട് നമ്മുടെ ക്യാമറ ഓഫായി പോയി, സ്റ്റോറേജ് ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയൊരു മറ്റ് ചെടികളൊക്കെ പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അല്ലേ ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചെടികൾ കൂടി പറഞ്ഞു തരാം. ഇത് നമ്മുടെ വൈറ്റ് ഓർക്കിഡാണ്, നാടൻ ഓർക്കിഡാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ. ഇനി കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി. പ്ലാന്റുകളുടെ പേരും വിലയും ഒക്കെ നമ്മൾ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി സൈസ് കാണണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മതി ഈ വീഡിയോയുടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റേറ്റും പ്ലാനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളൂ. അപ്പോൾ ബൈ.